ഉണ്ടോ? നമ്മളുടെ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നുണ്ടോ മക്കളെ? കേൾക്കുന്നുണ്ടോ? Can you hear me? Yes. 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 അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിലെ ഒരു കാടാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നത്. ആ കാട്ടിലെ കുറച്ച് ആനിമൽ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ മുഖമൊക്കെ തിരിഞ്ഞ് അവരൊക്കെ ഇരിക്കുന്നേ. അപ്പോൾ അവരെ നമ്മൾ കണ്ടുപിടിക്കണം. എത്ര പേരെ കണ്ടുപിടിക്കണം? എത്ര ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം എന്നറിയണോ? 6 പേരെ നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് പരിശ്രമം നോക്കിക്കേ. 6 പേരെ കണ്ടുപിടിച്ചേ. അല്ല, തന്നെ, അമ്മയുടെ സഹായം വേണ്ട, മക്കള് തന്നെ കണ്ടുപിടിക്കും. എല്ലാവരെയും അതെ, ജിക്ക് തന്നെ. ഓക്കെ. നമ്മളുടെ 6 ഫ്രണ്ട്സ് അവിടെ മരത്തിനുള്ളിലൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആയിട്ട് ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ അവരാരൊക്കെയാണെന്ന്. മിണ്ടണ്ട, ടീച്ചർ ചോദിക്കാം, അന്നേരം പറഞ്ഞു തന്നാ മതി. ഡോണ്ട് സേ ദി ആൻസർ, ഡോണ്ട് സേ ദി ആൻസർ. ഞാൻ ടീച്ചർ ആരോട് ചോദിക്കുന്നു അവര് മാത്രം ഉത്തരം പറയാൻ പാടുള്ളൂ. മിണ്ടാതിരുന്നോ. ടീച്ചർ നിങ്ങളുടെ പേര് വിളിക്കുന്നതും കാത്ത് മിണ്ടാതിരിക്കേ. എന്തോ? മോളെ അഡ്മിറ്റ് ചെയ്യാം. ഫാത്തിമ. ഓക്കെ. അർജുൻ എന്ന പേരിൽ അർജുൻ പി ഇവിടെ രാജ്, അർജുൻ പി രാജ് എന്ന് പറഞ്ഞ ഒരു മോളാ കയറിയിരിക്കുന്ന. മോളുടെ പേരെന്താ? മോളുടെ പേരെന്താ? അർജുൻ പി രാജിന്റെ കയറിയിരിക്കുന്ന മോളുടെ പേരെന്താ? നിങ്ങൾ നിങ്ങളുടെ പേര് തന്നെ കയറണം മോളെ, ഇല്ലെങ്കിൽ ടീച്ചർ ഇവിടെ ഹാജരെടുക്കുമ്പോ തെറ്റിപ്പോവും. അർജുന്റെ കയറിയത് ആരാണ്? ആരാണ്? ജുമാനയോ? അർജുന്റെ പേരിൽ കയറിയിട്ടുള്ളത് ആരാണ്? ഞാൻ പറയാം, ഞാൻ ചോദിച്ചോളാം മക്കളോട്, അന്നേരം പറഞ്ഞാൽ അതിപ്പം മിണ്ടാതിരുന്ന എല്ലാവരും. അത് കൊടുക്കണ്ട, ഓപ്ഷൻ കൊടുക്കണ്ട. ഓക്കെ. ആരും ടീച്ചർ പറയാതെ അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല. എല്ലാവരും ടീച്ചർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുന്നത്. ആരാ സ്ക്രീനിൽ പണിയെടുക്കുന്നേ? സ്ക്രീനിൽ ആരോ കുത്തി വരയ്ക്കുന്നുണ്ടല്ലോ. സ്ക്രീനിൽ ആരും തൊടാൻ പാടില്ല കേട്ടോ. ഓക്കെ. 6 ഫ്രണ്ട്സ് ഉണ്ടല്ലേ? 6 ഫ്രണ്ട്സ് ഉണ്ടല്ലേ? ആ 6 ഫ്രണ്ട്സിലെ ആദ്യത്തെ ആളുടെ പേര് പറയേണ്ട ആരാന്നറിയണോ? നിയ. നിയ പറഞ്ഞേ. നിയ പറഞ്ഞേ, ആരാണ് ഫസ്റ്റ് ഫ്രണ്ട്? ലയൺ. ഗുഡ്. ലയന്റെ സ്പെല്ലിംഗ് എന്താണ്?
ലയന്റെ സ്പെല്ലിംഗ് എന്താണ്? ലയൺ. എല്ലാവരും ലയണിനെ കണ്ടുപിടിച്ചോ? എല്ലാവരും ലയണിനെ കണ്ടുപിടിച്ചോ? ലയന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. ഗുഡ്. ലയൺ, LION, ലയൺ. ലയനാണ് നമ്മളുടെ ഫസ്റ്റ് ഫ്രണ്ട്. ലയനോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കാട്ടിൽ പോയിട്ട് ആ ലയനോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ നോക്കാൻ നമുക്ക് എങ്ങനെ ഇരിക്കും? നല്ല സുഖായിരിക്കോ സൽമാനെ? ലയനെ ഇഷ്ടാണോ? അൺമ്യൂട്ട് യുവർ സെൽഫ് ഫ്രണ്ട്സ്. അൺമ്യൂട്ട് ചെയ്യും മോനെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ. ചെയ്തു. പറഞ്ഞേ. ഓക്കെ. ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റില്ലല്ലേ? ഇനി അടുത്ത ഫ്രണ്ടിനെ ആരാ പറയുന്നത്? അടുത്ത ഫ്രണ്ടിനെ ആരാ പറയുന്നത്? നീലാഞ്ജന പറയാമോ? നീലാഞ്ജന. റൈനോസറസ്. റൈനോസറസ്. റിനോസറസ് അല്ലേ? ഓക്കെ, റൈനോസറസ്, റിനോസറസ്. ഓക്കെ, അതിന്റെ റിനോസറസ് സ്പെല്ലിംഗ് പറഞ്ഞേ. RHINOCEROS. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. RHINOCEROS. ഏബൽ എന്താ പറയാത്തെ? ഏബൽ മോൻ അൺമ്യൂട്ട് ചെയ്തേ. ഏബൽ അൺമ്യൂട്ട് ചെയ്തേ. എന്നിട്ട് സ്പെല്ലിംഗ് പറഞ്ഞേ. ഏബൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സ്പെല്ലിംഗ് പറഞ്ഞ റൈനോസറസിന്റെ. RHINOCEROS. Okay, Siddharth. Siddharth, unmute yourself and say spelling of rhinoceros. മോനെ അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. അൺമ്യൂട്ട് മോനെ. അൺമ്യൂട്ട് യുവർ സെൽഫ്. മോൻ അൺമ്യൂട്ട് ചെയ്യ. ടീച്ചർ മോൻ പറയുന്ന ടീച്ചർക്ക് കേൾക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ആളാരാണ് ഒളിച്ചിരിക്കുന്നത്? നമ്മുടെ വലിയൊരു തുമ്പിക്കൈയൊക്കെ ഉള്ള ഒരാളുണ്ടല്ലോ. നമ്മുടെ ബർത്ത്ഡേ ബോയ്സ് പറഞ്ഞേ. ഒളിച്ചിരിക്കുന്ന വലിയ തുമ്പിക്കൈയൊക്കെ കാണുന്ന ഒരാൾ ആരാണ്? ബർത്ത്ഡേ ബോയ്സ് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യും മക്കളെ. അൺമ്യൂട്ട്. ഇപ്പൊ നിങ്ങൾ മ്യൂട്ടിലാ ഉള്ള, പറഞ്ഞാ കേക്കത്തില്ല. അൺമ്യൂട്ട് ചെയ്യേ. ഗുഡ്. ചെയ്യ. അൺമ്യൂട്ട് ചെയ്യേ. മോനെ ആ ഫോൺ പോലത്തെ ഇത് കാണുന്നില്ലേ? അതിൽ ഞെക്കിയാൽ മതി. അപ്പം അത് ശരിയായിക്കോളും. ജോവിൻ, മോന്റെ മൊബൈലിന്റെ സൈഡില് ഒരു മൈക്ക് പോലെയുള്ള സാധനം കാണുന്നില്ലേ? അതിലിപ്പോ ചുമപ്പ് കളറും ഒരു ക്രോസ് മാറും അല്ലേ ഉള്ളേ? അവിടെ ഞെക്ക്. ഇപ്പോഴാണ് കുടിക്കാൻ കൊണ്ട് കൊടുക്കുന്നത്. സിദ്ധാർത്ഥ് എന്താ ഇപ്പോഴാണ് ചായ കുടിക്കുന്നേ? സിദ്ധാർത്ഥേ, ഇപ്പോഴാണോ വെള്ളം കുടിക്കുന്നേ? ബിയോണ നോബിൾ. മോളെ അടുത്ത ഇരിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞേ. ബിയോണ, അൺമ്യൂട്ട് യുവർസെൽഫ് ആൻഡ് സേ. മോളെ അത് മാറി റിച്ചാർഡ്. മോളെ അടുത്ത ആളുടെ പേര് പറ. നമ്മുടെ ആനിമൽ ഫ്രണ്ടിന്റെ പേര് പറ. ഐ കാണ്ട് ഹിയർ. മോളെ അൺമ്യൂട്ട് ചെയ്യേ.
മോളുടെ ഫോണിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്യാൻ. മോളെ അൺമ്യൂട്ട് ചെയ്തേ. ആ ഫോൺ പോലെയുള്ള കാണുന്നില്ലേ? ഓക്കെ, ആസ്ക് ടു അൺമ്യൂട്ട്. മോളെ ടീച്ചർ പറയുന്ന കേൾക്കാമോ? ഇനി ആരാണ് അടുത്ത ഫ്രണ്ടിനെ പറയുന്നത്? അടുത്ത ഫ്രണ്ടിനെ ആരാ പറയുന്നത്? ഷോമിയർത്താം. മാമോൻ പറ. ഹാഡി ഹൈഡർ അല്ലേ? പറഞ്ഞേ, അൺമ്യൂട്ട്. Alan Joseph, can you hear me? Unlock yourself and say the answer. Alan Joseph, മോനെ അൺമ്യൂട്ട് ചെയ്യേ. മോനെ ആ മൈക്ക് പോലത്തെ ഒരു ഓപ്ഷൻ അവിടെ കിടപ്പില്ലേ? ഇപ്പൊ ശരിയായോ? ഇനി ഇപ്പൊ ശരിയായില്ലേ? ഇനി മോനെ ഒരു നമ്മുടെ കാട്ടിലെ ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞേ. RABBIT. റാബിറ്റിനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് റാബിറ്റിനെ കണ്ടുപിടിച്ച വേഗം. റാബിറ്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ എല്ലാവരും. റാബിറ്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. അനുഗ്രഹ, അനുഗ്രഹ, can you hear me? Okay, good. അനുഗ്രഹ, can you hear me? Yes, miss. മോളെന്നോട് എന്തോ വേറെന്തോ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ടിരിക്കാൻ തോന്നല്ലോ. റാബിറ്റിനെ ഒരു ഫ്രണ്ട് ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി വേറെ ആളെ കണ്ടുപിടിക്കേ. റാബിറ്റ്. ടോർട്ടോയിസോ? ടോർട്ടോയിസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. മങ്കി. മങ്കിയുടെ സ്പെല്ലിംഗ് പറഞ്ഞേ. മിടുക്കിയാണേ. ക്ലാസ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയുന്നത്? ഇനി അമൃത പറയുമോ? അമൃത, ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞേ നമ്മുടെ കാട്ടിലെ. മോൾ അൺമ്യൂട്ട് ചെയ്തേ. ടോർട്ടോയിസ് അല്ലേ? ടോർട്ടോയിസ്. ടോർട്ടോയിസ് സ്പെല്ലിംഗ് പറഞ്ഞേ. സ്പെല്ലിംഗ് പറഞ്ഞു. ടോർട്ടോയിസ് സ്പീഡ് ഉണ്ട് പറയുമ്പോഴല്ലേ. നമ്മൾ ടോർട്ടോയിസ് വളരെ പതുക്കെയല്ലേ നടക്കുള്ളൂ. മോള് അതിന്റെ സ്പെല്ലിംഗ് അതിനേക്കാളും സ്പീഡിൽ വായിച്ചിട്ടുണ്ടല്ലേ. മിടുക്കിയാണേ. അപ്പോൾ ഇവിടെ 6 ഫ്രണ്ട്സിനെ നമുക്ക് ഇന്ന് കണ്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ലയൺ. എല്ലാവരും പറഞ്ഞേ LION, ലയൺ. LION, ലയൺ. Then rabbit, RABBIT, റാബിറ്റ്. ഫാത്തിമ KM ന്റെ പേരിൽ കയറിയേക്കുന്ന ആരാണ്? ഫാത്തിമ KM. മോനെ അൺമ്യൂട്ട് യുവർസെൽഫ്. ഫാത്തിമ KM ന്റെ പേരിൽ കയറിയിരിക്കുന്ന ആരാണ്? അൺമ്യൂട്ട്. മോനെ അൺമ്യൂട്ട് ചെയ്തേ. മോന്റെ പേരെന്തായിരുന്നു? ഫാത്തിമ KM എന്നാണോ? ഓക്കെ, ഗുഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കാട്ടിലെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് പഠിക്കുക ചെയ്യുന്നല്ലേ?
നെക്സ്റ്റ് എലിഫന്റ്. എലിഫന്റ് സ്പെല്ലിംഗ് ആരാ പറയാ? എലിഫന്റ് സ്പെല്ലിംഗ് നമ്മുടെ റിച്ചാർഡ് സിജോ പറയും. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. റിച്ചാർഡ് മോനൊന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. പോയി അൺമ്യൂട്ട് ചെയ്താ മോനെ. റിച്ചാർഡ് എലിഫന്റ് സ്പെല്ലിംഗ് പറഞ്ഞേ. ELEPHANT. ഇനി അടുത്തന്റെ സ്പെല്ലിംഗ് പറയേണ്ടത് ആയുഷ് ആണ്. ആയുഷേ, ആയുഷ് അൺമ്യൂട്ട് ചെയ്തേ. ഇനി പറഞ്ഞേ, ആയുഷ് പറഞ്ഞേ സ്പെല്ലിംഗ് എന്താണ് നമ്മുടെ മങ്കിയുടെ? ആയുഷ് അങ്ങോട്ടെങ്ങാണ്ട് തിരിഞ്ഞു നോക്കിയിരിക്കുക, ടീച്ചർ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ? ഫാത്തിമ മൊബൈലും കൊണ്ട് നടക്കുകയാണോ? സ്പെല്ലിംഗ് പറഞ്ഞില്ലല്ലോ. അദീന എന്താ ഇവിടെ പരിപാടി? അദീന ഡാൻസ് കളിക്കുന്ന ടീച്ചർ കണ്ടു കേട്ടോ. ആദിത്യനൂപ് ടീച്ചർക്ക് മങ്കിയുടെ സ്പെല്ലിംഗ് പറഞ്ഞതാ. റൂമിൽ രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇനി 2:30. ഓക്കെ, okay, then our 6 friends, animal friends in forest. ഫോറസ്റ്റിലുള്ള നമ്മളുടെ 6 ഫ്രണ്ട്സിന്റെ പേര് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, അതിന്റെ സ്പെല്ലിങ്ങും പറഞ്ഞു. ഇനി മക്കൾ എന്ത് ചെയ്യണം എന്ന് അറിയണോ? ഈ 6 ആനിമൽസിന്റെയും പേര് 5 ടൈംസ്, ഒരാഴ്ചയുടെ സമയം, അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് ഓരോ 6 ആനിമൽസിന്റെയും പേര് 5 ടൈംസ് എഴുതി അതിന്റെ സ്പെല്ലിങ് പഠിച്ച് ടീച്ചർക്ക് തരണം. എന്നാലാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വാക്കുകൾ കാണുമ്പോൾ വായിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? അതിന്റെ സ്പെല്ലിങ് പഠിച്ചിട്ട് എംപോസിഷൻ എഴുതി 5 പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ് സേറാ മരിയ? ഹൗ മെനി ടൈംസ്? 5 times. 5 times. Okay, 5 times ഓരോ നമ്മുടെ ആനിമൽ ഫ്രണ്ട്സിന്റെ പേര് എഴുതി അതിന്റെ സ്പെല്ലിങ് പഠിച്ചിട്ട് കഴിക്കണം. മനസ്സിലായോ? അദീന ടീച്ചർ എന്താ പറഞ്ഞേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. അദീന, ക്യാൻ യു ഹിയർ മീ? അദീന സുനിൽകുമാർ, കേൾക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ കാണിക്കൂ. അപ്പൊ മോക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ടീച്ചറിന്റെ കൈ ഇതാക്കി കാണിക്കൂലല്ലോ. ഇവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ടോ, നമ്മുടെ ദീക്ഷിത്. എന്താ കാണിക്കുന്നത്? ദീക്ഷിതിനെ കാണുന്നില്ല. ഒന്ന് കുറച്ച് ഉയർന്നിരുന്നേ മോനെ. ഇപ്പൊ കാണാൻ പറ്റും കേട്ടോ. നല്ല സുന്ദര കുട്ടപ്പനല്ലേ? ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നേ. ദീക്ഷിതേ, നമ്മളിപ്പോൾ 6 വൈൽഡ് ആനിമൽസിന്റെ പേര് പഠിച്ചു. മോനെ അതിന്റെ ഓരോന്നിന്റെയും പേര് 5 തവണ വെച്ച് എഴുതിയിട്ട് ടീച്ചർക്ക് നോട്ട് സെൻഡ് ചെയ്യണം. പറഞ്ഞ കേട്ടോ? അലൻ ജോസഫ് കേട്ടോ? ഓക്കെ, ദെൻ ആദിത്യനു
അൺമ്യൂട്ട് യുവർസെൽഫ്. ഇപ്പോഴല്ല എഴുതേണ്ടത്, ഇപ്പോഴല്ല മോനെ എഴുതേണ്ടത്. ഇനി നമ്മുടെ ടീച്ചർ ക്ലാസ് വർക്ക് ആയിട്ട് തന്ന വർക്ക് അത് ക്ലാസ് കഴിഞ്ഞ ശേഷം മോനെ എഴുതിയാൽ മതി. ആദ്യം ആനിമൽസിന്റെ പേര് നമുക്ക് വായിക്കാൻ പഠിക്കണം. എത്ര ഫ്രണ്ട്സാണ് നമുക്കുണ്ടായിരുന്നേ? 6 അല്ലേ? അവരുടെയൊക്കെ പേര് വായിക്കാൻ പഠിച്ചേ. ഫസ്റ്റ് വൺ ലയൺ, സെക്കൻഡ് വൺ റൈനോസറസ്, then rabbit, then tortoise, then monkey. പിന്നെ ആരാണ്? അല്ല, ഇത്രയും പേരല്ലേ നമ്മുടെ ഫ്രണ്ട്സ്. മങ്കി എവിടെ ഇരിക്കുന്നേ നോക്കിക്കേ. നമ്മുടെ മങ്കി എവിടെ ഇരിക്കുന്നേ? അങ്ങയുടെ ടെയില് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളേ. അമൃതക്കുട്ടി പറയുന്നുണ്ടല്ലേ. ഓക്കെ. നീലാഞ്ജന, വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് വേർഡ് എലിഫന്റ്? എലിഫന്റ് സ്പെല്ലിംഗ് പറഞ്ഞ് ഏൽപ്പിച്ച ടീച്ചറെ. അൺമ്യൂട്ട് യുവർസെൽഫ് ആൻഡ് സേ. മോളെ അൺമ്യൂട്ട് ചെയ്തിട്ട് ടീച്ചറോട് പറ, സ്പെല്ലിംഗ് പറ. എന്നതാ മോളെ? എലിഫന്റിന്റെയോ? എലിഫന്റ് എലിഫന്റ്. സൽമാൻ എലിഫന്റ് സ്പെല്ലിംഗ് പറഞ്ഞ. സൽമാൻ അൺമ്യൂട്ട് യുവർസെൽഫ്. സൽമാൻ മോനെ എലിഫന്റ് സ്പെല്ലിംഗ് പറഞ്ഞേ. എലിഫന്റ് സ്പെല്ലിംഗ് പറഞ്ഞേ. എന്തടാ കിട്ടുന്നില്ലേ? ഒന്ന് വായിച്ചു നോക്കാം, അപ്പൊ കിട്ടുന്നേ കേട്ടോ. ELEPHANT കിട്ടിയോ? അദീന ഇങ്ങോട്ട് എണീറ്റ് പോന്നേ. അദീന ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ, ടീച്ചർക്ക് കാണാൻ മോളെ. ഓക്കെ മക്കളെ, നമ്മളുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ക്ലാസ് നിന്ന് പോയെന്നിരിക്കും. എന്നാലും മക്കള് പറ. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞേ? എന്താ പറഞ്ഞ ടീച്ചർ? ഹോംവർക്ക് ക്ലാസ് വർക്ക് എന്താ തന്നെ? നമ്മളുടെ മുടി നല്ല സ്റ്റൈൽ ഉണ്ട് കേട്ടോ. മുടി ഇപ്പൊ ചെയ്യണ്ട, കൈ അടക്കി വെച്ചേ. വഴി വേണ്ട കേട്ടോ. നമ്മൾ ഇപ്പൊ പഠിച്ച 6 ആനിമൽ ഫ്രണ്ട്സിന്റെ പേരുകൾ ഓരോന്നും 5 ടൈംസ് എഴുതി ടീച്ചറുടെ പേഴ്സണൽ നമ്പറിലോട്ട് അയച്ചു തരണം. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ കാണിച്ചേ. റിച്ചാർഡ് എങ്ങോട്ടാടാ മോനെ നോക്കുന്നേ? സൽമാൻ മനസ്സിലായി അല്ലേ? ആദിത്യ അനൂപിന് മനസ്സിലായോ? എന്താ ടീച്ചർ പറഞ്ഞെന്ന് മനസ്സിലായോ? ദീക്ഷിതേ ഇങ്ങോട്ട് നോക്കു മോനെ. ദീക്ഷിത് മോനെ ഇങ്ങോട്ട് നോക്കിക്കേ. ടീച്ചർ എന്താ പറഞ്ഞ ക്ലാസ് വർക്കായിട്ട്? 5 തവണ എഴുതണം. അപ്പൊ മിടുക്കനാ, കേൾക്കുന്നുണ്ടല്ലേ?
ബിയോണ നോബിൾ അല്ലേ? അലൻ ജോസഫ്, then ആസാം മുരളി. പക്ഷെ എന്തടിക്കട്ടെ. ഓക്കെ, സമയം കഴിഞ്ഞു. അതുമ്പോൾ ക്ലാസ് നിർത്തുവാണേ. ടാറ്റ. സമയം കഴിഞ്ഞു.